Hi students, welcome to my college programs. എല്ലാവർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മ്യൂസിയം എന്നുള്ളൊരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും മ്യൂസിയം വിച്ച് ആർ ദ മെയിൻ മ്യൂസിയം ഇൻ ഇന്ത്യ എന്നാണ് ക്വസ്റ്റ്യൻ വരിക. അതിൻ്റെ ആൻസർ വിക്ടോറിയ മെമ്മോറിയൽ, സാലാർജംഗ് മ്യൂസിയം, ഇന്ത്യൻ മ്യൂസിയം കൊൽക്കത്ത, നാഷണൽ മ്യൂസിയം ഇൻ ന്യൂഡൽഹി. ഇതാണ് നമ്മുടെ മ്യൂസിയംസ് എന്ന് പറയും. പ്രധാനപ്പെട്ട മ്യൂസിയംസ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇതിൽ വരുന്ന ആർക്കിയോളജിക്കൽ സൈറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മെഗാലിത്തിക് ആൻഡ് പിന്നെ കാര്യം മ്യൂസിയത്തിൽ ന്യൂഡൽഹിയിലെ മ്യൂസിയം നമ്മൾ പറഞ്ഞില്ലേ, ന്യൂഡൽഹിയിലെ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അതിൽ റെഡ് ഫോർട്ട് പറഞ്ഞു. നെക്സ്റ്റ് ആഗ്ര ഫോർട്ട്, നാഷണൽ മ്യൂസിയം ഇൻ ഡൽഹി, ഇന്ത്യൻ മ്യൂസിയം ഇൻ കൊൽക്കത്ത ആൻഡ് സാലാർജംഗ് മ്യൂസിയം. ആൻഡ് നെക്സ്റ്റ് വരുന്നത് പിന്നെ വിക്ടോറിയ മെമ്മോറിയൽ. ഇതിൽ നമുക്ക് നാഷണൽ ന്യൂഡൽഹി ഫസ്റ്റ് തന്നെ ഏതാണ്? നാഷണൽ മ്യൂസിയം ഇൻ ന്യൂഡൽഹി നോക്കാം അല്ലേ. നാഷണൽ മ്യൂസിയം ഇൻ ന്യൂഡൽഹിയിൽ എന്താ പറയുന്നത്? ന്യൂഡൽഹിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും കൂടി റിലേറ്റഡ് ചെയ്തിട്ട് തുടങ്ങിയതാണ് നാഷണൽ മ്യൂസിയം ന്യൂഡൽഹി. ഇതിൽ ഇതാ പ്രിപ്പയർഡ് ദ എസ്റ്റാബ്ലിഷ് നാഷണൽ മ്യൂസിയം ന്യൂഡൽഹി ഇൻ 1946, 1946. അപ്പോൾ നമ്മൾ ഒരിട്ട് പറഞ്ഞ നെക്സ്റ്റ് ഇന്ത്യൻ മ്യൂസിയം ഇൻ കൊൽക്കത്ത. ഇന്ത്യൻ മ്യൂസിയം ഇൻ കൊൽക്കത്ത ഇൻ 1814 ഇൻ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ദ ലാർജർ മൾട്ടിപർപ്പസ് മ്യൂസിയം ഇൻ ഇന്ത്യൻ സബ് കോളനി. ഒരു മൾട്ടിപർപ്പസ് ആണ്. അതാണ് ഇന്ത്യൻ മ്യൂസിയത്തിന് കൊൽക്കത്തയിൽ എന്താണ്? മൾട്ടി പർപ്പസ് മ്യൂസിയമാണ്. ഓക്കെ, മൾട്ടിപർപ്പസ് മ്യൂസിയമാണ് ഇന്ത്യൻ മ്യൂസിയം ഇൻ കൊൽക്കത്തയിലുള്ളത്. സിഗ്നിഫിക്കൻറ്റ് അപ്രോച്ച് ഇനീഷ്യേറ്റിംഗ് സോഷ്യോ കൾച്ചറൽ ആൻഡ് അച്ചീവ്മെൻറ്റ് ഇൻ ഇന്ത്യ, മേക്കിംഗ് ബിഗിനിങ് ഓഫ് modernity and the end of medieval era. The museum movement in India has since developed in over 400 museums across the country. The origin of Indian museum can be tracked by Sir William John. Okay, അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ഒറിജിന് വേണ്ടി പ്രവർത്തിച്ചത്. നെക്സ്റ്റ് സാലാർജംഗ് മ്യൂസിയം. സാലാർജംഗ് മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്താ? ദ സാലാർജംഗ് മ്യൂസിയം എസ്റ്റാബ്ലിഷ് ഇൻ 1951 സാലാർജംഗ് മ്യൂസിയം തെലങ്കാന സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇറ്റ്സ് ഹോം ഓഫ് സാലാർജംഗ് ഫാമിലി, പ്രോമിനൻറ്റ് ഡക്കാൻ ഫാമിലി ഓഫ് 5 മിനിസ്റ്റേഴ്സ്. ഡക്കാൻ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂസിയമാണ് സാലാർജംഗ് മ്യൂസിയം. ഓക്കെ, പിന്നെ സാലാർജംഗ് മ്യൂസിയത്തിൻ്റെ ഫോട്ടോ ആണിത്. ഇതാണ് സാലാർജംഗ് മ്യൂസിയം. ഇത് മ്യൂസിയം ഓഫ് കളക്ഷൻ ഓഫ് ആർട്ട് ഫാക്ട്സ് ഓപ്പൺ ഇൻ 1951 ഇൻ ഡക്കാൻ, ഡൽഹി ബൈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു ബാക്ക് പിന്നണിയിൽ പ്രവർത്തിച്ച ആൾ. കൂടാതെ ദ മ്യൂസിയം വാസ് ലേറ്റർ ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, കൺസേൺ ഫാമിലി മെമ്പേഴ്സ് ഓഫ് അഡ്മി ബൈ മിനിസ്ട്രീസ് സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് കൾച്ചറൽ അഫയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പിന്നെ വിക്ടോറിയ മെമ്മോറിയൽ. വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ വിക്ടോറിയ ആരാണ് നിങ്ങൾക്കറിയോ? ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ. ബ്രിട്ടനിലെ രാജ്ഞിയാണ്. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ. അതൊരു മ്യൂസിയമാണ്. വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ, ഇന്ത്യൻ മെമ്മോറിയൽ ക്യൂൻ വിക്ടോറിയ വാസ് പ്രപ്പോസ്ഡ് ബൈ ലോർഡ് കേഴ്സൺ. എ നാഷണൽ ഇന്ത്യൻ മെമ്മോറിയൽ ആണ് ടു ക്യൂൻ വിക്ടോറിയ വാസ് പ്രപ്പോസ്. ലോർഡ് കേഴ്സൺ ആണ് ഇതിൻ്റെ ഒരു വിക്ടോറിയ ഇൻ ഇന്ത്യ 19 കേഴ്സൺ പ്രപ്പോസ് ദ മെമ്മോറിയൽ ഓഫ് മാർബിൾ ഹാൾ ടു ദി കൽക്കട്ട മെയ്ഡൻ സെർവിങ് ദ മോണമെന്റ് ഓഫ് ക്യൂൻ. അതായത് രാജ്ഞിയായ വിക്ടോറിയക്ക് വേണ്ടി വിക്ടോറിയ രാജ്ഞിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി കൽക്കട്ടയിലാണ് വിക്ടോറിയ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. മൊത്തം ബ്യൂട്ടിഫുൾ ഗാർഡൻ സറൗണ്ടിങ്സിലുള്ള നല്ല ഭംഗിയുള്ളൊരു മ്യൂസിയമാണ് വിക്ടോറിയ മെമ്മോറിയൽ. And to the Indian classical Renaissance style finalized after considering various suggestions, and the building was completed by 1942 to expect, but the 4 corners of the garden were designed by Lord Ridsdale and the plan of building was constructed by 1934. Okay, നെക്സ്റ്റ് നമുക്ക് ഇതിൽ പറയാനുള്ളത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേരള. കേരളത്തിലുള്ള ടൂറിസ്റ്റ് ഇടയ്ക്കൽ കേവ്സ്, പത്മനാഭപുരം പാലസ് ആൻഡ് ബേക്കൽ ഫോർട്ട്, പാലക്കാട് ഫോർട്ട്. പിന്നെ വരുന്നത് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആണ്. ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഇൻ പാലക്കാട്, ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഇൻ പട്ടണം, ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഇൻ പട്ടണം. പിന്നെ വരുന്നത് ബെറിയൽ കേവ് ആൻഡ് ചോവാണൂർ ബെറിയൽ കേവ് ഇൻ തൃശ്ശൂരിലെ ബെറിയൽ കേവ്സ് ആണ്.
ഓക്കെ. പിന്നെ മെഗാലിത്തിക് ബെറിയൽസ്, വയനാട്ടിൽ മെഗാലിത്തിക് ബെറിയൽസ് ഏതൊക്കെയാണ്? കുറുമ്പലക്കോട്ട ആൻഡ് വാലാൽ, VALAL, വാലാൽ. നെക്സ്റ്റ് വരുന്നതാണ് എല്ലുമാനത്തം എന്ന് പറഞ്ഞത്. ദെൻ തുഞ്ചൻ പറമ്പൊക്കെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻ, അതായത് ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ വരുന്ന നല്ലൊരു ഡെസ്റ്റിനേഷൻ പ്ലേസ് ആണ് ഇത് നമ്മുടെ തുഞ്ചൻ പറമ്പ്. അറിയാലോ, എഴുത്തച്ഛനാണ് തുഞ്ചൻ പറമ്പിൽ, എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമാണ് തുഞ്ചൻ പറമ്പ് എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. എഴുത്തച്ഛനാണ് നമ്മുടെ ദ ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ് ആണ്. ഹി സ്പ്രെഡ് ഇൻ മലയാളം ലാംഗ്വേജ് ആൻഡ് ഹി റിലേറ്റഡ് ടു റൈറ്റ്സ് ദി, പിന്നെ എന്താ പറയുക, അവർ എപ്പിക്സ്. മഹാഭാരതം രാമായണം കിളിപ്പാട്ടിൽ, മഹാഭാരതം മലയാളം, മഹാഭാരതം രാമായണം ഇൻ മലയാളം. കോമൺ പീപ്പിൾ, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് രാമായണവും മഹാഭാരതവും ഒക്കെ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. ആൻഡ് ടു പ്രൊപ്പോസ് മലയാളം ഡിസ്ട്രിക്ട് ലാംഗ്വേജ് ബട്ട് ഓൾസോ ടു സ്റ്റാൻഡ് എ സ്ക്രിപ്റ്റ് ലീവിംഗ് ദ സിഗ്നിഫിക്കൻറ്റ് മാർക്ക് ഓഫ് ദ കൾച്ചറൽ ഐഡൻറ്റിറ്റി ഇൻ കേരള. സാംസ്കാരികപരമായി നമുക്കൊരു ഐഡൻറ്റിറ്റി നേടിത്തന്ന നമ്മുടെ മലയാള ഭാഷ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ് നമ്മുടെ ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ദ സ്പാനിങ് ഫോർ കോഴ്സ് തുഞ്ചൻ പറമ്പ് ഈസ് ദ മാനേജ് ദ തുഞ്ചൻ മെമ്മോറിയൽ ട്രസ്റ്റ്. അവിടെ എന്തുണ്ട്? തുഞ്ചൻ മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൂടി ഉണ്ട്. ഇതാ സൈറ്റ് ഫീച്ചേഴ്സ് സെവറൽ അട്രാക്ഷൻ, കുറേ അട്രാക്ഷൻ ഉണ്ട് അവിടെ, ഇൻക്ലൂഡിങ് ദ ലിറ്ററേച്ചർ മ്യൂസിയം വിച്ച് ഡീറ്റെയിൽസ് എവല്യൂഷൻ ഓഫ് മലയാളം ലിറ്ററേച്ചർ ത്രൂ ആർ മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് ഇൻട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ഓൺ ദ ഗ്രാന്തപുര ലൈബ്രറി ഹൗസിംഗ് പമ്പ്. കുറേ എന്താണ് ലീവ്സും ലൈബ്രറികളുണ്ട്. ഏതായാലും അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ലൈബ്രറികളും കാര്യങ്ങളൊക്കെ തുഞ്ചൻ പറമ്പിലുണ്ട്. അപ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്, നമുക്കറിയാം. നെക്സ്റ്റ് വരുന്നത് പിന്നെ ഇടക്കൽ ഗുഹ മിസ് പറഞ്ഞില്ലേ, ബെറിയൽസ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് മറന്നു പോരുതേ. ബേക്കൽ ഫോർട്ട്, പാലക്കാട്, എടക്കൽ കേവ്സ്, ഇതെന്താ പറയുന്നത്? ഇതിൻ്റെയൊക്കെ ചോദ്യം എന്താ വരുന്നത്? ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻ ഇൻ കേരളത്തിനകത്തുള്ള നമുക്കൊരു സ്റ്റഡി ടൂറൊക്കെ പോകണം അല്ലേ? നമ്മുടെ സോഷ്യോളജി വിദ്യാർത്ഥികളെയും കൊണ്ട് നമുക്ക് സ്റ്റഡി ടൂറൊക്കെ പോകണം. കാരണം ഇടക്കൽ ഗുഹയിലൊക്കെ നമുക്ക് പോകാം, വയനാടാണ്. പിന്നെ നിങ്ങൾക്കറിയാം പത്മനാഭപുരം പാലസ് ഉണ്ട്, അതെവിടെയാണ്? പത്മനാഭപുരം പാലസ് ഇൻ പാലസ് സിംബൽസ് ആർട്ടിസ്റ്റ് പത്മനാഭ, കന്യാകുമാരിയിലാണ് പത്മനാഭപുരം പാലസ്. കൂടാതെ ഇടക്കൽ കേവിന് പ്രത്യേകത മെനി മൈക്രോലിത്തിക് ആൻഡ് നിയോളിത്തിക് സൈറ്റ്സിൻ്റെ എക്സാമ്പിളാണ് എടക്കൽ ഗുഹ. അതിൻ്റെ വാളിൽ എന്തൊക്കെയുണ്ട്? ആനിമല്, പിന്നെ കുറേ സിംബൽസ്, എന്താ പറയുക, അതിൻ്റെ രൂപങ്ങളൊക്കെ കൊത്തിയിട്ട അമ്പ്, വില്ല്, അപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്ന ലിപികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് പെട്രോഗ്ലിക് റോക്സ് എൻഗ്രേവിംഗ് ദ സൈറ്റ്സ് ഓഫ് അമ്പുകുത്തി മല ഇൻ വയനാട് ഡിസ്ട്രിക്ട്, അമ്പുകുത്തി മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ പിന്നെ ദ കേവ് കണ്ടെയ്നിങ് പെയിൻറ്റിങ്സ് ഓഫ് ദ വാൾ, ദ കാർവിംഗ് ഡെപ്പ് ഹ്യൂമൻ ആനിമൽ ഫിഗേഴ്സ്, ഒബ്ജക്റ്റ് ഇൻ ഹ്യൂമൻ യൂസ് ഓഫ് സിംബൽ, ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ഫിഗർ ഇൻ ഹെഡ് ഡ്രസ്. ഹ്യൂമൻ ഫിഗേഴ്സ് ഒക്കെ അതിന് മുകളിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഞാൻ പത്മനാഭപുരം പാലസിൻ്റെ പ്രത്യേകത എന്താ? പത്മനാഭപുരം പാലസ് ഈസ് സിംബൽ ഓഫ് ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സിൻ്റെ സിംബലാണ് പത്മനാഭപുരം പാലസ് ഇൻ കന്യാകുമാരി. പത്മനാഭപുരം വാസ് ക്യാപിറ്റൽ ഓഫ് ദ വേണാട് റോയൽ, വേണാട് ഭരിച്ചിരുന്ന ആ സമയത്ത് പത്മനാഭപുരമായിരുന്നു അവിടെ തലസ്ഥാനം. ആൻഡ് the palace was therefore the seat of royal authority. 18th century Dharmaraja was the last occupant of the palace. പത്മനാഭപുരം പാലസ് now located the കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് പത്മനാഭപുരം പാലസ് സ്ഥിതി ചെയ്യുന്നത്. പ്രൈമറി എൻട്രൻസ് ഓഫ് പാലസ് ഈസ് കോൾഡ് മുഖ്യവാതിൽ. ഒരു പാലസ് ആണ്, കൊട്ടാരമാണല്ലോ, അപ്പം മുഖ്യവാതിലൊക്കെ കടന്നിട്ട് ഉള്ളോട്ട് പോകാൻ പറ്റും. പിന്നെ മന്ത്രിമാരൊക്കെ ഡിസ്കസ് ചെയ്യുന്ന വിശാലമായ ഹാളൊക്കെ ഉണ്ട്, അതിന് രാജസഭാന്നോ എന്നൊക്കെ പറയൂലേ, ഡിസ്കസ് ചെയ്യുമല്ലോ മന്ത്രിമാരും രാജാവൊക്കെ എന്നും രാവിലെ ഇത് കൂടുമല്ലോ. അപ്പോൾ അതിനൊക്കെ പ്രത്യേക ഹാൾ, നമ്മൾ ഇതൊക്കെ അല്ലേ എന്താ പറയുക, ബാഹുബലി സിനിമയിലൊക്കെ കണ്ടുകൂടാ, ആ രാജസിംഹാസനം, രാജാവ് കുറച്ച് മുകളിൽ താഴെ പടികളിൽ ഇങ്ങനെ ഓരോ മന്ത്രിമാരും രാജാവ് ഓരോരുത്തരെ വിളിക്കുന്നത്, ഭടന്മാർക്ക് നിൽക്കാൻ അതിര്, പിന്നെ മുഖ്യവാതിൽ, അങ്ങനെയുള്ള പല ഫീച്ചർ സ്ട്രക്ചറും നമുക്ക് രാജകൊട്ടാരത്തിനെ പറ്റിയൊക്കെ ഇങ്ങനത്തെ ചില സിനിമകളിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനോട് അങ്ങനെ പറയാൻ പറ്റൂല. അല്ല അവർ അല്ലാതെ നേരിട്ട് പോയി കണ്ടവരുണ്ടാവും, എങ്കിലും സിനിമകളൊക്കെ ഇപ്പോൾ എന്താ ട്രഡീഷണൽ ആയിട്ട് കുറേ രാജകൊട്ടാരം വെച്ചുള്ള സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുറേയൊക്കെ കഥ മാത്രമല്ല, ആ ഒരു ഫീച്ചേഴ്സൊക്കെ നോക്കുന്നതും നമുക്ക് എന്താണ് പഠനത്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. കാരണം പാലസ് മെയ്ഡ് ഇൻ പ്ലാൻ ഓഫ്
വിത്ത് ദ കോർട്ട്യാർഡ് ഇൻ ദ മിഡിൽ, കോർട്ട്യാർഡ് എന്ന മുറ്റാണ്